ദേശീയപാതയിലെ പണി പൂർത്തിയാക്കാതെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ പിരിവ് ആരംഭിച്ചതിൽ വലിയ പ്രതിഷേധമാണ്. രാവിലെ 8 മണിക്ക് പിരിവ് ആരംഭിച്ചപ്പോൾ അധികൃതരും പ്രതിഷേധക്കാരും തമ്മിൽ തർക്കമുണ്ടായി. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ദേശീയപാതയിലെ മലപ്പുറം ജില്ലയിലുള്ള ഏക ടോൾ പ്ലാസയാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസ. ഇവിടെ ഇന്ന് രാവിലെ 8 മണി മുതൽ ടോൾ പിരിവ് ആരംഭിക്കുകയും ചെയ്തു. രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ചാണ് ഇത്. ഏകദേശം 30 കിലോമീറ്ററിലധികം ദൂരം വരികയും ചെയ്യും. ദേശീയപാതയിലെ കൂരിയാട്, അതുപോലെ തന്നെ വട്ടപ്പാറ, കുറ്റിപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിലെ റോഡിന്റെ പണി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. 2025 മെയ് മാസത്തിലാണ് കൂരിയാട് റോഡൊക്കെ തകർന്നത്. അതിന്റെ പണിയൊക്കെ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ പലയിടത്തും ഓവുചാലുകളുടെ പണിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇതൊന്നും പണി പൂർത്തീകരിക്കാതെയാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. അത് സമ്മതിക്കില്ല, അത് പറ്റില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. നമ്മളെ ഇപ്പൊ വരുന്നത് ഹൈവേയിൽ കയറാതെ കഞ്ഞിപ്പുര സർവീസ് റോഡ് കൂടെയാണ് കയറി പോണത്. വട്ടപ്പാറ ആ ഭാഗത്തൊന്നും സർവീസ് റോഡില്ല, ഒരു സൈഡില്ല. ഒരു സൈഡിൽ കൂടെയാണ് 2 ട്രാക്കായിട്ടാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ 6 മുതൽ 14 സിംഗിൾ ട്രിപ്പ് വരെ ഓടുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഭീമമായ സംഖ്യ 3500-4000 ഒരു ദിവസം നമ്മൾ ടോൾ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരാം. അപ്പോൾ ഇത് സമരം എന്നല്ല, ഇത് എങ്ങനെ താനെ നിന്നു പോകും. ഇങ്ങനെ പോകണേ ഞങ്ങൾ മൊത്തത്തിൽ നിർത്തിവെക്കും. മറ്റ് സമര പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഇന്ന് രാവിലെ ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ച സമയത്ത് തന്നെ ടോൾ പിരിക്കാൻ ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ടോൾ പിരിക്കാൻ ആരംഭിച്ചപ്പോൾ അതിനെ തടയുകയും അവരുമായിട്ട് ഒരുപക്ഷെ സംഘർഷത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആബിദ് ഹുസൈൻ തങ്ങളുടെയും കുറുക്കോളി മൊയ്തീൻ എന്റെ നേതൃത്വത്തിലുമൊക്കെ മുസ്ലിം ലീഗ് ഒരു പ്രതിഷേധവുമായി എത്തിയത്. മലപ്പുറത്തെ ജനങ്ങളെ കൊള്ളയടിക്കുക എന്നത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞതാണെങ്കിലും നാഷണൽ ഹൈവേയുടെ നിയമങ്ങളാണെങ്കിലും റോഡ് സേഫ്റ്റി ബോർഡിന്റെ അധികാരങ്ങളാണെങ്കിലും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ റോഡ് പൂർണ്ണമാക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധം. സ്വകാര്യ ബസ്സുകൾ ഹ്രസ്വദൂരം യാത്ര ചെയ്യുന്ന ബസ്സുകൾ ഒരു ദിവസം തന്നെ 5-6 തവണ തിരിച്ചും മറിച്ചും സഞ്ചരിക്കേണ്ടി വരും. അവർക്ക് ഈ ചുങ്കം ഈ രീതിയിൽ പിരിക്കുകയാണ് എങ്കിൽ ഒരു ദിവസം കിട്ടുന്ന വരുമാനം ചുങ്കം കൊടുക്കാൻ മാത്രമേ ഉണ്ടാവൂ. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പ്രതിഷേധം തുടരുമെന്നാണ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ചിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. അതുപോലെ തന്നെ ബസ് ഉൾപ്പെടെയുള്ള നിരന്തരമായിട്ട് ഓടുന്ന വാഹനങ്ങൾക്ക് അവർ നൽകേണ്ട തുകയിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.